ഓല ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന്റെ സർവീസിന്റെ കാര്യത്തിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. അതായത് ഓലയുടെ സർവീസ് ഇപ്പം ഹൈപ്പർ സർവീസ് ആയേക്കുവാണ്. അതായത് നിലവിലുണ്ടായിരുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയിട്ട്, അതായത് പെട്ടെന്നുള്ള സർവീസ്, അതേപോലെ തന്നെ പാർട്സിന്റെ അവൈലബിലിറ്റി തുടങ്ങിയിട്ട് കുറേ അധികം മാറ്റങ്ങളോടെ ഓൾ കേരള അല്ലെങ്കിൽ ഓൾ ഇന്ത്യയിൽ ഹൈപ്പർ സർവീസ് വന്നേക്കുവാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ ഉള്ള ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ഹൈപ്പർ സർവീസ് ലൊക്കേഷനിലാണ് കേട്ടോ. അതായത് പേരാമംഗലത്തുള്ള സെയിൽസും സർവീസും ഉള്ള ഒരു ലൊക്കേഷനിലാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ച് നോക്കുമ്പോഴേക്കും 4 പ്ലേസുകളിലായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഒന്ന് ഈ പറഞ്ഞ പേരാമംഗലം, പിന്നെ ഒല്ലൂര്, MG റോഡ്, ചാലക്കുടി, അങ്ങനെ 4 പ്ലേസുകളിൽ ഹൈപ്പർ സർവീസ് അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും ഈ ഒരു ഫെസിലിറ്റി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നോക്കിയാലോ. ഇതാണ് നമ്മുടെ പേരാമംഗലത്തെ സർവീസ് ഫെസിലിറ്റി കേട്ടോ. ഓല പ്രോമിസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഡേ വെഹിക്കിൾ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈവനിങ് തന്നെ ഡെലിവറി എടുക്കാമെന്നാണ് പറയുന്നത്. അതായത് ഒറ്റ ദിവസത്തിൽ തന്നെ ഡെലിവറി കിട്ടുന്നുണ്ട് സർവീസിന്റെ. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചറിയാം. ആഷിഖ് ഉണ്ട് നമ്മുടെ കൂടെ, നമ്മുടെ ഇവിടുത്തെ സർവീസ് മാനേജറാണ്. ആഷിഖ്, എങ്ങനെയുണ്ട് ഇപ്പൊ പുതിയ ചേഞ്ചസ് വന്നപ്പോഴത്തേക്കുള്ള മാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ? നമുക്കിപ്പോ സെയിം ഡേ ഡെലിവറി പ്രോമിസ് ചെയ്യാൻ പറ്റും. മെജോറിറ്റി കേസസും സെയിം ഡേ തന്നെ ഡെലിവറി. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റ് അതുപോലുള്ള മേജർ കേസുകൾ എന്തെങ്കിലും കൺസേൺ വന്നാലാണ് നമുക്കൊരു ആക്സിഡന്റിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു ഡിലേ ഉണ്ടാവും. പിന്നെ ബാറ്ററി അതുപോലുള്ള കൺസേൺസ് ഒക്കെ ഇപ്പോൾ നമുക്ക് മെജോറിറ്റി 2 ഡേയ്സ് 3 ഡേയ്സിന്റെ ഉള്ളിൽ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ. അല്ല, നോർമൽ ഇപ്പം നേരത്തെ തന്നെ ഒരു പരാതി ഉണ്ടായിരുന്നല്ലോ, വണ്ടികൾ ഒരുപാട് വന്നിട്ട് മീൻസ് പെൻഡിങ് ഒരുപാടുണ്ട്, പിന്നെ നമുക്ക് ആപ്ലിക്കേഷൻ ത്രൂ ബുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം മാറിയില്ലേ? മെജോറിറ്റി എല്ലാ കൺസേൺസ് ഇപ്പോൾ ഒരുവിധം തീർന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ സെയിം ഡേ ഡെലിവറി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മെജോറിറ്റി എല്ലാ കേസുകളും. അതായത് തന്നെ ബാറ്ററി ആണെങ്കിൽ പോലും നമുക്ക് പെർ ഡേ തന്നെ സെയിം ഡേ ഡെലിവറി ചെയ്യാൻ പറ്റുന്നുണ്ട്. മോർണിംഗ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ബാറ്ററി റീപ്ലേസ്മെന്റ് സോഫ്റ്റ്വെയർ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് 4 മണി 5 മണി ആകുമ്പോഴേക്കും വണ്ടി കൊടുക്കാൻ പറ്റും. കസ്റ്റമേഴ്സ് ഒക്കെ ഇപ്പോൾ ഹാപ്പി ആയി തുടങ്ങിയിട്ടുണ്ട്. മെജോറിറ്റി എല്ലാവരും ഹാപ്പി തന്നെയാണ്. സർവീസിന് വേണ്ടിയിട്ട് ഇപ്പോൾ കൺസേൺസ് ഒക്കെ വളരെ കുറവാണ്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരു S1 പ്രോയുടെ ഓണർ ഉണ്ട്, റൈസൻ. ഹായ് റൈസൻ, ഇവിടെ തൃശ്ശൂരുകാരനാണ്. അപ്പൊ ആളുടെ ഈ ഒരു വെഹിക്കിൾ ഒരു 1 ഇയർ അല്ലേ? ഇല്ല, 8 മാസമായിട്ട്. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? 10,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 10,000 കിലോമീറ്ററിൽ എന്തൊക്കെ സർവീസും കാര്യങ്ങളാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്? എന്താണ് മഴ സീസൺ ബ്രേക്ക് പാഡാണ് മെയിൻ ആയിട്ട് നമുക്ക് മാറേണ്ട വന്നിട്ടുള്ളത്. ബ്രേക്ക് പാഡ് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു തവണ ലോഡ് കൂടിയിട്ട് ബെൽറ്റ് പൊട്ടിയിട്ടുണ്ട്. ഇത്രയാണ് മെയിൻ ആയിട്ട് ഇഷ്യൂസ് വന്നിട്ടുള്ളത്. വേറെ ഇഷ്യൂസ് ഒന്നും നിലവിൽ വന്നിട്ടില്ല. ഈ സർവീസ് സെന്റർ ആണോ മെയിൻ ആയിട്ട് ഇവിടെ സർവീസ് സെന്റർ ആണ് യൂസ് ചെയ്യുന്നത്. തുടക്കത്തിൽ നമുക്ക് സർവീസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്താ വെച്ചാൽ ബ്രേക്ക് പാഡ് വരുമ്പോൾ ഒരുപാട് വണ്ടികൾ ഇവിടെ സർവീസിന് വരും. നമുക്ക് കറക്റ്റായിട്ട് സർവീസ് ചെയ്യാനും ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിലേ വരും. നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് നമുക്ക് കാര്യങ്ങൾക്ക് വണ്ടി തിരിച്ച് കിട്ടാത്തൊരു സാഹചര്യമൊക്കെ വന്നിരുന്നു. ഇപ്പോൾ പുതിയ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതൽ പെട്ടെന്ന് വണ്ടി നമ്മൾ സർവീസ് കഴിഞ്ഞിട്ട് കയ്യിൽ കിട്ടുക എന്ന് പറയുന്നതാണ് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമ്മളെപ്പോഴും വണ്ടി എല്ലാ ദിവസവും ആവശ്യമുള്ളതാണ്. ബൈക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കാറിനെക്കാട്ട് കൂടുതൽ സാധാരണക്കാർക്ക് ബൈക്ക് എപ്പോഴും ആവശ്യമുള്ളതാണ്. ഡെയിലി എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട്? ഡെയിലി 100 കിലോമീറ്ററോളം. 100 കിലോമീറ്റർ ആവറേജ് എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് ഫുൾ ചാർജ് ചെയ്ത്? ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 100 കറക്റ്റ് ഓരോ ശതമാനത്തിന് 1 കിലോമീറ്റർ എന്ന ബേസിലാണ് ഞാൻ പോകുന്നത്. ഇക്കൊക്കെ ആകുമ്പോൾ എക്കണോമിക്കൊക്കെ ആകുമ്പോൾ നോർമൽ കുറച്ചും കൂടി റേഞ്ച് കൂടുതൽ കിട്ടും. ഇപ്പോൾ വീട്ടിലേക്ക് ജസ്റ്റ് 30 കിലോമീറ്ററോളം ഉണ്ട് റേഞ്ച്. പക്ഷേ ഇപ്പോൾ നോർമൽ ഒരു 25% ആയാലും നമുക്ക് വീട്ടിലെത്താൻ പറ്റും. ഈ എക്കണോമിയിൽ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റും. വേറെ എന്തെങ്കിലും റൈഡ് ക്വാളിറ്റി കാര്യങ്ങൾ എങ്ങനെയുണ്ട്? നമുക്കിപ്പോൾ വണ്ടി ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ മറ്റേ പെട്രോൾ നോർമൽ ആ വണ്ടിയായിട്ടാണല്ലോ നമ്മൾ കമ്പാരിസൺ ചെയ്യുക. അപ്പോൾ ആ വണ്ടിയായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. നമുക്കിത് വളരെയധികം വർത്തായിട്ടാണ് എന്നെ സംബന്ധിച്ച്. പലർക്കും പല അഭിപ്രായമായിരിക്കും. പലരും നെഗറ്റീവായിട്ട് വണ്ടി കത്തുന്നുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇലക്ട്രിക് വണ്ടി എടുക്കുമ്പോൾ ഒരു മാക്സിമം യൂസ് ചെയ്യുക. മാക്സിമം യൂസ് ചെയ്യുന്നവർ മാത്രമാണ് ഇലക്ട്രിക് വണ്ടി എടുക്കാറുണ്ടോ. മാക്സിമം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വർത്ത് നമുക്ക് ഉണ്ടായിരിക്കും. ഇത് വീട്ടിൽ തന്നെയാണോ ചാർജ് ചെയ്യാറോ ഹൈപ്പർ ചാർജർ എന്തെങ്കിലും? ഇല്ല, ഹൈപ്പർ ചാർജർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. വീട്ടിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. വാറന്റിയിലല്ലേ ഇതെല്ലാം മാറി കിട്ടിയിട്ടുള്ളത്? ബെൽറ്റ് ഒക്കെ മാറിയത് വാറന്റിയിലാണ്. പേടി ഞാൻ 2 തവണ മാറി. ഒരു തവണ വാറന്റിയിൽ തന്നെയാണ് മാറിയത്. ഒരു തവണ കോസ്റ്റ് കാര്യങ്ങളൊന്നും ആയിട്ടില്ല. കോസ്റ്റ് ഇതിന് ലാസ്റ്റ് തവണ തന്നെ ആയിട്ടുണ്ട്. ബാക്കി എത്ര രൂപയായിട്ടുണ്ട് ലാസ്റ്റ്? 700 ആ റേഞ്ച് 1000 താഴെയാണ് നോർമലി വരാറ്. ഇപ്പൊ നല്ല ഹൈറ്റ് ഉണ്ട്, പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് പിന്നെ ഓവർ ഇപ്പൊ താങ്കളുടെ വെയിറ്റ് പ്ലസ് വേറെ ആളും കൂടെ വെച്ച് കഴിയുമ്പോൾ എങ്ങനെയുണ്ടോ? അല്ല, എനിക്ക് അതൊന്നും പ്രോബ്ലം വന്നിട്ടില്ല. എന്റെ അത്ര വെയിറ്റ് ഉള്ള ആള് തന്നെ ഉണ്ടായിട്ട് പോലും ഞങ്ങൾ വണ്ടി വലിയുന്നതിനായാലും കുഴപ്പമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഓവറോൾ എന്തായാലും ഈ ഒരു സർവീസിന്റെ കൺസേൺ ആയിരുന്നു തോന്നുന്നു, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നേ. അപ്പം ഇനി എന്തായാലും അതെന്തായാലും മാറുമ്പോൾ നമുക്ക് സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു S1 Pro ഓണർ നമ്മുടെ സനോജ് ഉണ്ട് ഇവിടെ. ഹായ് സനോജ്, എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വെഹിക്കിൾ യൂസ് ചെയ്തിട്ട്? കുഴപ്പമൊന്നുമില്ല, സുഖം, സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. ഡെയിലി എത്ര കിലോമീറ്ററോളം ഓടിക്കുന്നുണ്ട്? ഡെയിലി 25
അത്രേ ഉള്ളൂ, കുറവാണല്ലേ? എടുത്തിട്ട് ഒരു കൊല്ലം കഴിഞ്ഞു. ഒരു കൊല്ലം. ഇപ്പൊ എത്ര കിലോമീറ്റർ ആയിട്ടുണ്ടാവും? 8,000 കിലോമീറ്റർ. എങ്ങനെയുണ്ട് ഓവറോൾ ഇപ്പൊ ഇതുവരെ ആയിട്ട് വല്ല സർവീസോ കാര്യങ്ങളോ ചെയ്തിട്ടുണ്ട്? എന്താ എക്സ്പീരിയൻസ്? സർവീസ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇതുവരെയ്ക്ക് സർവീസ് വന്നിട്ടില്ല. പിന്നെ വന്നിട്ടുള്ളത് ബാക്കിൽ ബുഷ് മാറ്റാൻ വേണ്ടി മാത്രം വന്നിട്ടുള്ളത്. അതുകൊണ്ട് വേറെ ഇന്നാണ് സർവീസിനായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ. ഇന്നിപ്പം വണ്ടി ഒന്ന് ചെറുതായിട്ട് മറിഞ്ഞിട്ടുണ്ട്, ചെറുതായി സ്കിഡ് ചെയ്തു. ഇപ്പൊ അതിന് വന്നയാളാണ്. പിന്നെ അതർ നോക്കുമ്പോഴത്തേക്കും റൈഡിങ് കംഫർട്ട് ഒക്കെ എങ്ങനെയുണ്ട്? ഗുഡ്, കുഴപ്പമൊന്നുമില്ല, സ്മൂത്ത് ആയിട്ട്. എനിക്കിത് ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇച്ചിരി ഹൈറ്റിലാണല്ലോ ഇരിക്കുന്നത്. ഇപ്പൊ കാണുമ്പോൾ ഒരു ലുക്ക് ഒരു കുറച്ച് ചെറുതാണെങ്കിലും കയറി ഇരിക്കുമ്പോൾ അത്യാവശ്യം ഹൈറ്റ്. ഏത് മോഡലാ കൂടുതലും റൈഡ് ചെയ്യാറ്? നോർമൽ തന്നെയാണ്. എക്കോ ഒന്നും യൂസ് ചെയ്യാറില്ല? ഹൈപ്പർ യൂസ് ചെയ്യാറില്ല, ആവശ്യമില്ലല്ലോ. ആവശ്യമില്ല. അത് കാരണം നോർമലാണ്. അപ്പോൾ ഓലയുടെ നമ്മുടെ തൃശ്ശൂർ പേരാമ്പ്രയുള്ള സർവീസ് സെന്ററിന്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ 1-2 കസ്റ്റമേഴ്സിനെ പരിചയപ്പെടാൻ സാധിച്ചു. അവരൊക്കെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തു. അപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓല നമുക്ക് ഇറങ്ങിയ സമയം മുതലേ നമ്മൾ റിവ്യൂവിനും മീഡിയ ഡ്രൈവ്സിനും ഒക്കെ പോയിക്കൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം ഓലയുടെ ഒരു ജേർണി നോക്കുവാണെങ്കിൽ ഇപ്പം ഇനിഷ്യൽ സ്റ്റേജിൽ വണ്ടികൾ ഒരുപാട് ഇറങ്ങി. അപ്പം വേണ്ടത്ര ഒരു സർവീസ് സെന്ററോ അല്ലെങ്കിൽ ഒരു സെയിൽസ് പോയിന്റോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പീരിയൻസ് സെന്റേഴ്സ് ആദ്യം ഓല കൊണ്ടുതന്നായിരുന്നു. അതിനുശേഷം പിന്നെ ഇതാ ഇപ്പോൾ ഡെവലപ്പ് ചെയ്ത് സർവീസ് ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് തന്നെ ഒരുപാട് സർവീസ് സ്റ്റേഷൻസുമാണ് ഇപ്പോൾ ഓലയുടെ സൈഡിൽ നിന്ന് വരുന്നത്. അപ്പം കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ നീഡ്സ് അനുസരിച്ചിട്ട് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള രീതിക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നിലവിലുള്ള പോരായ്മകളൊക്കെ മാറ്റിക്കൊണ്ട് സർവീസിൻ്റെ ഭാഗത്തൊക്കെയാണെങ്കിലും ഞാനും ഒരുപാട് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ നികത്തിക്കൊണ്ട് എന്തായാലും ഓലയുടെ സൈഡിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ട് ഹൈപ്പർ സർവീസ് വന്നേക്കുവാണ്. പിന്നെ എന്തായാലും ഒറ്റ ദിവസം കൊണ്ട് തന്നെ സർവീസിന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റ ദിവസം തന്നെ വണ്ടി ഡെലിവറി വൈകുന്നേരത്തേക്ക് എടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റിൽ ഷെയർ ചെയ്യുക. ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. താങ്ക്